മാറി മാറിയുള്ള ഭരണമാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ബി ജെ പി നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മോദിയുടെ ആ വേദിയിലെ പ്രസംഗം? നിങ്ങൾ ആഗ്രഹിച്ച പോലെ പ്രവർത്തകരെ ആവേശഭരിതരാക്കിയോ? പിന്നെന്താ, വികസിത കേരളം എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിനു വേണ്ടി, കേരളം എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ഈ കേരളത്തിനു വേണ്ടി, കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി, നമ്മുടെ നാളേക്ക് വേണ്ടി നല്ലൊരു കേരളം, അതായത് യുവജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന ധാരാളം ടാലന്റുള്ള, എല്ലാ അർത്ഥതലങ്ങളിലും മുന്നേറാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാടിൽ ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് തന്നെ വാസ്തവത്തിൽ കേരളത്തിലെ യുവാക്കൾക്ക്, യുവതയ്ക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു ആവേശകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ ഇടതും വലതും എത്ര കാലമായിന്ന് ഞാൻ ചോദിക്കണേ, മതേതരത്വം അല്ലാതെ എന്തെങ്കിലും ഒരു വികസനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടോ? ഇന്ന് തന്നെ ബോയ്ക്കോട്ട് ചെയ്തു. ഒരു മര്യാദ ഉണ്ട് ബോയ്ക്കോട്ട് ചെയ്യോ? ഒരു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാം. ബോയ്ക്കോട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്താ പറഞ്ഞത്? ആധാർ കാർഡ് ചോദിച്ചു. ഒരാളുടെ ചോദ്യം ആധാർ കാർഡ് പറഞ്ഞു. എം പി രാജേഷ് പറഞ്ഞത് ആധാർ കാർഡ് ചോദിച്ചു. ആധാർ കാർഡ് പിന്നെ ചോദിച്ചു. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമില്ലേ? പൊതുമരാമത്ത് മന്ത്രി അല്ലല്ലോ കേരളം. അല്ല, അവിടെയും പ്രശ്നം. ഇപ്പോൾ LDF സർക്കാർ പറയുന്നത് PM ഓഫീസിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ് ഉണ്ടായില്ല. പൊതുമരാമത്ത് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? അല്ല, പക്ഷെ അത് മുഖ്യമന്ത്രിക്കുണ്ടോ? ഞാൻ ചോദിക്കാൻ ഉത്തരം പറയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇൻവിറ്റേഷൻ വന്നത് എവിടെ നിന്നാണ്? ഞാൻ ചോദിക്കണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എല്ലാ അർത്ഥതലങ്ങളിലും ഇന്നലെ വരെ കൊടുത്തതുപോലെ എല്ലാ രീതിയിലുമുള്ള ഇൻവിറ്റേഷൻ ഉണ്ട്. അത് ഉപരിതല ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാത്രമല്ലേ വന്നത് എന്നാണ് ചോദ്യം. PMന്റെ സന്ദർശനത്തിന്റെ ഇൻവിറ്റേഷൻ വരുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ PM ഓഫീസിൽ നിന്നാണ് സാധാരണ അത് വരാറ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നലെ വരെ എങ്ങനെ വന്നത്? ഞാൻ മനസ്സിലാക്കി തെറ്റാണോ എനിക്കറിയാം. നിങ്ങളും ഞാനും തമ്മിലൊരു സംവാദം വേണ്ട. ഇന്നലെ വരെ ഇദ്ദേഹം പങ്കെടുത്ത പരിപാടി ഉണ്ടല്ലോ, പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടി ഉണ്ടല്ലോ, അതിന് ഇൻവിറ്റേഷൻ എങ്ങനെ വന്നത്? നിങ്ങൾ അന്വേഷിക്കുക. അതേ ഇൻവിറ്റേഷൻ തന്നെയാണ് ഇവിടെ. ഒരു മാറ്റമില്ല. ഇതൊന്നും അല്ലാന്നേ, ഇതൊക്കെ വെറും തട്ടിപ്പ് തരികട. ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, അത് BJP പരിപാടി പങ്കെടുത്താൽ മത തീവ്രവാദികൾ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മത തീവ്രവാദികൾ BJP പരിപാടിയല്ലല്ലോ, പദ്ധതികളുടെ തറക്കല്ലുകളല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, BJP പരിപാടി പങ്കെടുക്കാനാണല്ലോ അദ്ദേഹം ഇവിടെ വന്നത്. ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ BJPയുടെ 3 പരിപാടികൾ ഒന്ന്. അപ്പം സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ ഒപ്പം ഈ പരിപാടികളിൽ പങ്കെടുത്താൽ, BJP പരിപാടിയല്ല, ഗവൺമെന്റ് പരിപാടിയിൽ പങ്കെടുത്താൽ ഓട്ടോമാറ്റിക്കലി മത തീവ്രവാദികൾക്ക് ഇഷ്ടക്കേട് വന്നാലോ, അല്ലെങ്കിൽ മത തീവ്രവാദികളെ സുഖിപ്പിക്കാനോ ആണ് മാറി നിൽക്കുന്നത്. ഞങ്ങൾ ബഹിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ എന്തോ വലിയ ആനക്കാരൻ ചെയ്തതാ, മണ്ണാങ്കട്ട, കേരളത്തിന് നഷ്ടം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ പുതിയ വന്ദേ ഭാരത് വന്നപ്പോഴൊക്കെ സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുത്തതല്ലേ? അപ്പോൾ അന്ന് ആ ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പാ ചങ്ങാതി, അതല്ലേ അന്നത്തെ കാര്യമാണ് ഇത്. അത് അന്തകാലം. അപ്പൊ ഞാൻ പറയുന്നത്, ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ പഴയ രീതിയിൽ തന്നെ ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ, താങ്കളെ കോട്ട് ചെയ്തിട്ട്. ഞാൻ പറയണേ, ഇന്നലെ വരെ എങ്ങനെയാണോ ഇൻവിറ്റേഷൻ പോയിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. ഇന്നലെ വരെ പോയ പോലെ അതിനകത്തൊരു മാറ്റമില്ല. അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ആ രീതിയിലല്ല എന്നുള്ളത് കാണിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു, ഇപ്രാവശ്യം ഇങ്ങനെ, അത് കാണിക്കട്ടെ. ഞാനൊരു കാര്യം കൂടി ചോദിച്ചത്, നമ്മളെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കണ്ടു, മുൻ അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രന്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. എല്ലാ പരിപാടിക്കും എല്ലാവരും വരണമെന്നില്ല. K സുരേന്ദ്രന് ചെയ്യാനൊരു ദൌത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൌത്യത്തിലാണ് അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് നിർണായക റോൾ ഉണ്ടാകുമല്ലോ സ്വാഭാവികം. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അതുകൊണ്ടാണ് അപ്പോൾ പ്രധാനമന്ത്രി ഒരു വേദിയിൽ അദ്ദേഹം വരാത്തതിന്റെ ഒരു സാന്നിധ്യം. ഞങ്ങളുടെ BJP സംഘടനാ പ്രവർത്തനത്തിൽ ഈ ഏരിയ, ഇത് എറണാകുളമാണ്, എറണാകുളത്തിന്റെ തൊട്ടടുത്തുള്ള ആളുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്താൻ ഞാൻ പോകണമെന്നില്ല. അതേപോലെ പല ആളുകളും, സുരേന്ദ്രൻ മാത്രമല്ല, സുധീർ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന്, അവിടുന്ന് ശ്രീലേഖ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന്. അതൊക്കെ ഓരോ സ്ഥലത്തെ പ്രോഗ്രാമിന് ഓരോരുത്തർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചില ദൌത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് നിർവഹിക്കാനുണ്ടാവും. അപ്പൊ ആ നിർവഹണമാണ് അടിസ്ഥാനപരമായ വിഷയം. എന്താ അടിസ്ഥാനപരമായ വിഷയം? BJPയുടെ വിജയമാണ്. BJP ജയിക്കണം. അതുമായി ബന്ധപ്പെട്ട ദൌത്യ നിർവഹണത്തിലാണ് അദ്ദേഹം.
ശരി, താങ്ക് യു, വളരെ നന്ദി, താങ്ക് യു സോ മച്ച്. എന്തായാലും ശ്രീ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതുപോലെ ഈ BJP നേതൃത്വം ഒറ്റക്കെട്ടായ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും വലിയ തോതിൽ രാഷ്ട്രീയം ചർച്ചയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ആജ്ഞ കൂടുതൽ വിവരിക്കും. ആജ്ഞ ഇന്ന് രാവിലെ മുതൽ തന്നെ എറണാകുളം ഒരു പ്രധാനമന്ത്രി എത്തിയതിന്റെ, നരേന്ദ്രമോദി എത്തിയതിന്റെ ഒരു ആരവത്തിലായിരുന്നു. അത് രാവിലെ മുതൽ തന്നെ. ഒരു പക്ഷേ നഗരം ഇന്ന് നിശ്ചലമായിരിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകൾ സമീപ ജില്ലകളിൽ നിന്ന് 10,000 ഒഴുകിയെത്തി ഈ വേദിയിലേക്ക്. അവിടെ നിർണായകമായിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടായി, നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.